ഹൈലൈറ്റ് സീക്കേഴ്സ്. നമ്മുടെ ഉള്ളിലുള്ള മോശം ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇത് ഒഴിവാക്കാൻ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഓരോന്നും എടുത്ത് ഒഴിവാക്കുന്നതിനേക്കാളും എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒറ്റമൂലി, അത് വേറൊന്നുമല്ല, ഫോർഗീവ്നെസ്, വിട്ടുവീഴ്ച ചെയ്യുക, ക്ഷമിക്കുക. നമുക്ക് ഇപ്പോൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇൻസൾട്ടുകൾ, അക്രമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മളതിങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മളതിങ്ങനെ മനസ്സിലിങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടു നടന്ന് തക്കം പാർത്ത് നടക്കും. ഒന്നുമല്ലെങ്കിലും അതൊരു ഹർട്ടായി മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കും. ശരിക്കും ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നത് മറ്റൊരാളെ എറിയാൻ തീക്കട്ട കയ്യിൽ പിടിച്ച് നടക്കുന്നത് പോലെയാണ്. എങ്ങനെ ഉണ്ടാവും തീക്കട്ട നമ്മുടെ കയ്യിൽ പിടിച്ച് നടന്നാൽ? മറ്റൊരാളെ എറിയുന്നതിന് മുമ്പ് തന്നെ അത് നമ്മളെ നാശത്തിലാക്കും, അല്ലേ? അപ്പോൾ കൂട്ടിൽ അകപ്പെട്ട ഒരു പക്ഷിയെ സ്വതന്ത്രമാക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നാം മുമ്പ് പറഞ്ഞ ആ ഒരു ഇമോഷൻസ്, അതിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്. അത് നമ്മൾ ശീലിക്കുക, അത് നമ്മൾ നമ്മുടെ ലൈഫിൽ ആദ്യം തന്നെ കൊണ്ടുവരിക. അതിൻ്റെ പുറത്ത് മാത്രമേ നമുക്ക് പീസ്, ഹെൽത്ത്, ജോയ് ഇതെല്ലാം നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ കഴിയൂ. ഇനി ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഒരുപാട് വിവരിക്കാതെ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ നമുക്ക് തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സെൽഫായിട്ട് തന്നെ നമ്മൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഹർട്ട് നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഓരോ കാര്യങ്ങളും. അപ്പോൾ അത് ഫോർഗീവ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് കിടക്കുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുകയാണ്. നമ്മുടെ ബോഡി, ഹെൽത്ത്, മൈൻഡ് ഒക്കെ അത് താറുമാറാക്കുകയാണ്. ദെൻ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ള രീതിയിൽ നമ്മളോട് തന്നെ നമ്മൾ ആദ്യം ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് മറ്റുള്ളവരോടാണ്. അവർക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിനും നമ്മൾ ഫ്രീ ആവാൻ വേണ്ടി. ദെൻ മൂന്നാമതൊരു പാർട്ടും കൂടി ഉണ്ട് ഫോർഗീവ്നെസ്സിന്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർഗീവ്നെസ് ചോദിക്കുക. ഇതാണ് ഫോർഗീവ്നെസ്സിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള 3 രീതി.